അപ്പോൾ ജിബിൻ, 2026 അസംബ്ലി തെരഞ്ഞെടുപ്പ് എൻ്റെ ഒരു റിസൾട്ട് പൊതുവിൽ ബംഗാളിലാണെങ്കിലും അസമിലാണെങ്കിലും പുതുച്ചേരി ആണെങ്കിലും കേരളമാണെങ്കിലും തമിഴ്നാടാണെങ്കിലും എല്ലാവരും പൊതുവിൽ പറയുന്ന ഒരു വിഷയം BJPക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച, ശക്തമായിട്ടുള്ള ആക്രമണം തന്നെ നടത്തിയ പാർട്ടികൾക്കൊക്കെ സംഭവിച്ച വീഴ്ചയാണ്. വലിയ തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത്. അത് എല്ലായിടത്തും, ബംഗാളിലും കേരളത്തിലും തമിഴ്നാട്ടിലുമെല്ലാം. BJPക്ക് നേരിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലും വലിയൊരു നേട്ടം പറയാനില്ല. കാരണം കേരളത്തിൽ പോലും വലിയ ഒരു ആൻറ്റി ഇൻകംബൻസി അല്ലെങ്കിൽ വലിയ ഒരു തരംഗം നടന്നിട്ട് പോലും, സർക്കാരിനെതിരെ തരംഗം നടന്നിട്ട് പോലും 3 സീറ്റിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. തമിഴ്നാട്ടിലും അതെ, കാര്യമായിട്ട് വോട്ട് ഷെയർ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണ 2.6% 2.9 മാറിയിട്ടുള്ളൂ. അവരുടെ ദീർഘകാല ശരാശരി നോക്കുമ്പോഴും വളരെ മോശം പ്രകടനമാണെന്ന് കാണാൻ കഴിയും. പക്ഷേ സ്റ്റിൽ ഒരു മൂവ്മെൻറ്റ്, വലതുപക്ഷത്തേക്ക് ഉള്ളൊരു മൂവ്മെൻറ്റ് നടന്നിരിക്കുന്നു. ദ്രവിഡിയൻ കക്ഷി ഒരു പ്രത്യയശാസ്ത്രപരമായിട്ട് BJPയെ അതിശക്തമായി എതിർക്കുന്ന, പ്രത്യയശാസ്ത്ര ബലത്തോടു കൂടി എതിർക്കുന്ന ദ്രവിഡിയൻ കക്ഷി അവിടെ താഴെ പോയിരിക്കുന്നു. പകരം ഉയർന്നു വന്നത് ADMKയുമല്ല, DMKയുമല്ല, ഒരു പുതിയ കക്ഷി. അവരുടെ പ്രത്യയശാസ്ത്ര ധാരണകൾ എത്രത്തോളം BJPക്കെതിരെ ശക്തമാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത നമുക്കില്ല. അപ്പോൾ എന്തായിരിക്കും BJPയുടെ ഒരു പൊതു നില, ഇനിയുള്ള അങ്ങോട്ടുള്ള വളർച്ചയുടെ സാധ്യതകൾ എത്രത്തോളമാണ് എന്ന് പരിശോധിക്കേണ്ട ഒരു സന്ദർഭമാണ് തോന്നുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ സാഹചര്യമാണ് നമ്മൾ പറയുന്നത്. തമിഴ്കം ഇതുവരെ കാണാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ ഒരു വിജയം അവിടെ കണ്ടു കഴിഞ്ഞു. വിജയം എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നടൻ, വിജയെ പോലൊരു നടൻ കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടയിൽ ഒരു പാർട്ടി രൂപീകരിക്കുന്നു. ആ പാർട്ടിയിൽ അധികം നേതാക്കളൊന്നും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം ഒറ്റയ്ക്ക് പാർട്ടിയായിട്ട് രൂപീകരിച്ച് പാർട്ടി പ്രഖ്യാപനം നടത്തി. തമിഴക വെട്രിക്കഴകം എന്നൊരു പാർട്ടി പ്രഖ്യാപിച്ച് അദ്ദേഹം മുന്നോട്ട് പോകുന്നു. സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ എവിടെയൊക്കെ ഇടപെടാൻ പറ്റുമോ അതുപോലുള്ള രീതികളിലൊക്കെ മാക്സിമം അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുന്നു, തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അതിന് മുന്നോടിയായിട്ട് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2021 മറ്റോ നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ ഇയക്കം എന്നുള്ളൊരു താരസംഘടന പലയിടത്തും നിന്ന് മത്സരിച്ച് അവർ കരുത്ത് കാണിക്കുന്നു. അതിനുശേഷം ആണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്, 2026 വരുന്നത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊന്നും വിജയുടെ പാർട്ടി ഒരിടത്തും മത്സരിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ളൊരു താല്പര്യം പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. 2026 വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവർ നേരത്തെ തന്നെ ഒരുക്കി വിരിച്ചിരുന്നു. അതിനനുസരിച്ചാണ് അവർ മുന്നോട്ട് പോയതും 2026 ഇത്രയും വലിയൊരു വിജയം നേടിയെടുത്തതും എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാം. പക്ഷെ നമ്മളിനി കാണാൻ പോകുന്നത് പറഞ്ഞാൽ, വിജയുടെ വിജയത്തോടെ അവിടെ തകർന്നു പോയ 2 പാർട്ടികളിലൊന്ന് എന്ന് പറഞ്ഞാൽ DMK ആണ്. സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMK സർക്കാർ 2021 എത്തുമ്പോൾ വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിന്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്റ്റാലിൻ അല്ലെങ്കിൽ DMK എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇടതുപക്ഷ സ്വഭാവവും അല്ലെങ്കിൽ അതേ ഒരു മാനറിസമുള്ള ഒരു മുന്നണിയാണ്. പലപ്പോഴും BJPയെ തടയാനോ അല്ലെങ്കിൽ BJPയെ പ്രതിരോധിക്കുന്നതിലും ഏറ്റവും മുന്നിൽ നിന്ന ഒരു പാർട്ടിയാണ്. നമ്മളിപ്പോൾ ഒരു പക്ഷേ കണക്കുകളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളും നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിലെ ഇടത് പാർട്ടികളെക്കാളും കൂടുതൽ BJP പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്നൊരു പാർട്ടിയാണ് DMK. അത് പ്രത്യേകിച്ച് സ്റ്റാലിൻ്റെ കാര്യമാണെങ്കിൽ പോലും നമുക്ക് പറയാം. സ്റ്റാലിനാണെങ്കിലും സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനാണെങ്കിൽ പോലും BJPയുടെ ഒരു നിലപാടുകളെയും BJPയുടെ ആശയങ്ങളെയും എക്കാലത്തും തള്ളിപ്പറഞ്ഞാണ്. അതിൽ ഇക്കാര്യം നമുക്കറിയാം, സനാതനധർമ്മം അടക്കമുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച ആളാണ് സ്റ്റാലിൻ. അതിലേക്കാളിലും ഉപരിയായിട്ട് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ പ്രതികരണം നടത്തിയ ആളാണ് ഉദയനിധി സ്റ്റാലിൻ. അതുപോലെ തന്നെ ഹിന്ദി ഭാഷയെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു തീവ്ര ശ്രമം BJPയിൽ നിന്നുണ്ടായപ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിക്കുകയും അതിനെതിരെ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് DMK. അതുപോലെ തന്നെ ഒരു ദ്രാവിഡിയൻ അവരുടേതായ ഒരു കൾച്ചറുമായിട്ട് മുന്നോട്ട് പോയൊരു പാർട്ടിയാണ്. അതിൽ ഒരു തമിഴ് ജനതയെ ഏകോപിച്ച് നിർത്തുന്നതിലും ഒരു പരിധിയല്ല വളരെ DMKയെക്കാളും കൂടുതൽ വിജയിച്ചൊരു പാർട്ടിയാണ് DMK. എപ്പോഴും അവർക്കൊരു പാർട്ടി, തമിഴർ അല്ലെങ്കിൽ നമ്മൾ എന്നുള്ളൊരു വികാരം ആളിക്കത്തിച്ചതിനെ അവരെപ്പോഴും ഒരുമിച്ച് നിർത്താൻ വേണ്ടി ശ്രമിച്ചൊരു പാർട്ടിയാണ് DMK. സ്റ്റാലിൻ മുന്നിൽ നിന്ന് നയിക്കുമ്പോഴും അവർക്ക് എപ്പോഴും ഒരു സത്വം ഉണ്ടായിരുന്നു, നമ്മൾ തമിഴർ, നമ്മൾ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു.
ആ ഒരു ഐഡിയോളജിയിലാണ് ഇപ്പോൾ എത്രത്തോളം കോട്ടം വരാൻ പോകുന്നു എന്നുള്ളൊരു ആശങ്ക ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് TVK പോലെ വിജയ് നയിക്കുന്ന ഒരു പാർട്ടി വരുമ്പോൾ ആ ഒരു ഐഡിയോളജി പോലും പ്രഖ്യാപിക്കാത്ത, ഐഡിയോളജി എന്താണെന്ന് വിജയ്ക്ക് പോലും അറിയത്തില്ലാത്തൊരു സാഹചര്യത്തിലാണ് TVK അല്ലെങ്കിൽ ഒരു 108 സീറ്റുമായിട്ട് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചു വരുന്നത്. ഈ സാഹചര്യം എത്ര നമ്മൾ പരിശോധിച്ചാലും നമുക്ക് തമിഴ്നാടിനെ സംബന്ധിച്ചൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് BJPയുടെ കടന്നുകയറ്റത്തെ ഭയക്കുന്നവരും അതിൽ ആശങ്കപ്പെടുന്നവരെ സംബന്ധിച്ച് ഇതൊരു വളരെ ഒരു നിർണായക ഘട്ടമാണ്. ഈ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ട ചില കണക്കുകളുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിജയ് അധികാരത്തിലേറുമ്പോൾ അല്ലെങ്കിൽ അധികാരത്തിലേക്ക് മുഖ്യമന്ത്രി കസേരയിലേക്ക് പോകുമ്പോൾ അവിടെ വിജയ്ക്ക് ആവശ്യമായ ഇതുകൂട്ട് ആണ് ഒരു ഭരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നമ്പറിലേക്ക് എത്താനുള്ള ഒരു പ്രശ്നമുണ്ട്. അതിലടക്കം അവിടെ ഒരു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വ്യക്തമായ തീരുമാനം വളരെ അധികം വൈകാതെ ഉണ്ടാകുന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. പക്ഷെ നമ്മളപ്പോഴും അവിടെ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പിന്തുണ നൽകുന്നത് കോൺഗ്രസ് ആണ്. DMKയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ DMKക്കൊപ്പം നിന്ന് തമിഴ്നാട്ടിൽ നിന്ന ഒരു പാർട്ടിയാണ്. DMK ആണ്. ഈ DMKയുടെ സഹായം ഇല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു പാർട്ടിയാണ് അവിടെ ഇപ്പോഴും കോൺഗ്രസ്. അതിൻ്റെ കൂടെ CPM ആണെങ്കിലും CPI ആണെങ്കിലും അത് DMKയുടെ സഹായത്തോടു കൂടി അല്ലാതെ അവർക്കൊന്നും വിജയിക്കാൻ കഴിയില്ല. അപ്പോൾ എത്രത്തോളം അവർക്ക് പാർട്ടികളെ വിട്ടിട്ട് ഇതിനകത്തേക്ക് കയറാൻ കഴിയുമെന്നുള്ള വലിയൊരു പ്രശ്നം കിടക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇപ്പോൾ VCK ആണെങ്കിലും VCKയുടെ ഒക്കെ വലിയ തോതിൽ വോട്ട് ഷെയർ വലിച്ചുകൊണ്ട് പോയ ഒരു പാർട്ടിയാണ് TVK. അപ്പോൾ ഇവർ TVKയോട് ചേരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇവർക്ക് പിന്നീട് വീറോട് കൂടിയിട്ട് ഇവരുടെ പ്രവർത്തന മണ്ഡലം വ്യാപിപ്പിക്കാനോ സമരങ്ങളിൽ ഏർപ്പെടാനോ ഒന്നും കഴിയില്ല. അത് ഇവർക്ക് നഷ്ടം വരുത്താനാണ് സാധ്യത കൂടുതൽ. ഇപ്പോൾ DMK അതിശക്തമായിട്ടുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം സ്റ്റാലിൻ അങ്ങനത്തെ പാരമ്പര്യമുള്ള കക്ഷിയാണ്. വളരെ ശക്തമായിട്ടുള്ള സമരങ്ങൾ, രാഷ്ട്രീയ പാരമ്പര്യം, വളരെ ശക്തമായിട്ടുള്ള സമരങ്ങൾ നയിച്ചിട്ടുണ്ട്. അതിനുള്ള പാർട്ടിയുടെ അടിത്തറ അവർക്കുണ്ടെന്നുള്ളതാണ്. TVK അതില്ല എന്നുള്ള പ്രശ്നം. അതെ. ശക്തമായിട്ടുള്ള സമരങ്ങളിലേക്ക് പാർട്ടി DMK പോകുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന് സമരപരിപാടികൾ പങ്കെടുക്കുന്നതായിരിക്കും CPM-നാണെങ്കിൽ CPI-ക്കാണെങ്കിലും VCK ആണെങ്കിലും ഗുണം ചെയ്യുക. കോൺഗ്രസ് പക്ഷേ കൂടുതൽ ഒരു ദേശീയ തലത്തിൽ കാര്യങ്ങൾ കണ്ട് അവരുടെ കൂടെ നിൽക്കാനുള്ള സാധ്യത കൂടി വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പോരാട്ടങ്ങളിൽ സമരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു പ്രധാന സംഗതിയാണ്. ഇനി അവരുടെ സർവൈവലിന്, ഈ പാർട്ടികളുടെ സർവൈവലിന്, ആ സർവൈവലിന് അവർ ശ്രമിച്ചില്ലെങ്കിൽ അവരെ കൂടി വിഴുങ്ങാനുള്ള ശേഷി TVK നേടാൻ വളരെ സാധ്യതയുണ്ട്. ഇതിനിടയിൽ വലിയൊരു നഷ്ടം സംഭവിച്ച് ഇടയിൽ കുടുങ്ങിപ്പോയൊരു കക്ഷിയാണ് BJP എന്ന് പറയേണ്ടി വരും. അവർക്ക് പറയത്തക്ക യാതൊരു നേട്ടം ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പിൽ. ചെറിയ തോതിൽ വോട്ട് ഷെയർ കൂട്ടി എന്നുള്ള നേട്ടമായിട്ട് കാണാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ DMK-ക്കെതിരെ ഇത്രയും ശക്തമായിട്ടുള്ളൊരു വിരുദ്ധ വികാരം ഉണ്ടായിട്ട് അതിൻ്റെ ഒരു ചെറിയ ശതമാനം പോലും ഇവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. ഇവർ 4-5 സീറ്റിന് വേണ്ടിയിട്ടുള്ള അടിപിടി നമ്മൾ കണ്ടതാണ്. കോയമ്പത്തൂരിൽ ഒരൊറ്റ സീറ്റിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ, 3 സീറ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ അവർക്ക് ഒരു വലിയ നേട്ടമാണെന്ന് കരുതാൻ കഴിയില്ല. പക്ഷേ പൊതുവിൽ ഉണ്ടായിട്ടുള്ള ഒരു വലതുപക്ഷത്തേക്കുള്ള ഈ നീക്കം, ഇന്ത്യയിലൊട്ടാകെ തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സംസ്ഥാനങ്ങളും നടന്നിട്ടുള്ള ഈ വലതുപക്ഷത്തേക്കുള്ള പൊതുവിലുള്ള ഈ മാറ്റം, അത് കൂടുതൽ ശക്തമായിട്ട് തീവ്രവലതുപക്ഷത്തിന് പ്രവർത്തിക്കാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കൂ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഭാവിയിൽ അറിയേണ്ടത്. തമിഴ്നാട്ടിൽ ഇനി ആ തരത്തിൽ എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധയോടെ കാണേണ്ടത്. ഇപ്പോൾ സന്ദീപ് പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ ഇതുവരെ BJPക്ക് ഒരു കടന്നുകയറ്റം നടത്താൻ സാധിച്ചിട്ടില്ല. ഒരു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് തമിഴ്നാട് എന്ന് പറയുന്നത് ഒത്തിരി ക്ഷേത്രങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഒരു നാടാണ്. അവിടെ ഒരു BJPക്ക് വളരാനുള്ള എല്ലാ വളക്കൂറും ഉള്ള ഒരു മണ്ണ് തന്നെയാണ്. പക്ഷെ ഇത്ര നാളും അവർക്ക് BJPക്ക് അവിടെ കാര്യമായിട്ടൊരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ DMKയുടെ അണ്ണാഡിഎംകെയുടെ സ്വാധീനം എക്കാലത്തുണ്ടായിരുന്നു. ജയലളിതയുടെ മരണശേഷം അണ്ണാഡിഎംകെയിൽ തകർച്ചയുണ്ടാവുകയും പിന്നീട് അത് BJP മുതലെടുത്ത് BJP അണ്ണാഡിഎംകെ ഒരു നിയന്ത്രിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു നേട്ടം മാത്രമാണ് BJPക്ക് അവിടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചൊരു വലിയ ഘടകം. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ TVK വന്നതോടുകൂടി DMKക്കുണ്ടായ തകർച്ച, അവിടെ ഇപ്പോൾ ഒരു സ്പേസ് വരുന്നുണ്ട്.
BJPക്ക് വളരാനുള്ള ഒരു സ്പേസ് അവിടെ ഒരുങ്ങി വരുന്നുണ്ട്. കാരണം വെച്ചാൽ DMK വീണു, അണ്ണാ DMK ഓൾറെഡി ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ട് BJPക്ക് സ്വതന്ത്രമായിട്ട് വളരാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു സ്വാധീന ശക്തിയെ വളരാനുള്ള ഒരു സാഹചര്യമുണ്ട്. ആ സ്പേസിലൂടെ BJP വളരുകയും TVKക്ക് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആശയപരമായ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സംവിധാനമാണ്. നേതാക്കളുടെ സംവിധാനം ദാരിദ്ര്യമുണ്ട്, വ്യക്തമായ അടിത്തറയില്ലാത്തതിൻ്റെ സംവിധാനമുണ്ട്, രണ്ടാം നിര നേതാക്കളുടെ അഭാവമുണ്ട്. അങ്ങനെയുള്ള ഒരുവിധമല്ല നിരവധി പ്രശ്നങ്ങൾ ആ പാർട്ടിയെ ഇനി അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അവർക്ക് ആകെയുള്ള ഒരു സമ്പാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുവജനങ്ങളുടെ പിന്തുണ, അല്ലെങ്കിൽ ജൻസികളുടെ പിന്തുണ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഈ പുതിയ ജനറേഷൻ്റെ സപ്പോർട്ടെന്നൊക്കെയാണ്. പക്ഷെ അതൊക്കെ എത്രത്തോളം അവർക്ക് ഭരണത്തിൽ നേട്ടമാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഇപ്പോൾ സന്ദീപ് പറഞ്ഞ പോലെ DMK ശക്തമായി പ്രതിരോധിക്കും, പ്രതിപക്ഷമായി ശക്തമായി നിലകൊള്ളും എന്ന് പറയുന്നുണ്ട്. അത് വളരെ ആശ്വാസം പകരുന്ന കാര്യമാണ്. കാരണം വെച്ചാൽ BJPയുടെ കടന്നുകയറ്റത്തെ എല്ലാ കാലത്തും ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു സംഭവമാണ് തമിഴ്നാടെന്ന് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ പറയുന്ന പോലെ ഈ കോൺഗ്രസ് പിന്തുണ നൽകുമെന്ന് പറയുന്നുണ്ട് TVKക്ക്. കോൺഗ്രസ് പിന്തുണ നൽകുന്നു എന്ന് പറയുമ്പോൾ അതിനെ തന്നെ അവർ പറയുന്നുണ്ട് DMK ഒരു പക്ഷേ അവർക്ക് ചിന്തിച്ചേക്കാം പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇത്ര നാളും DMK ഈ കോൺഗ്രസിനും അതുപോലെ തന്നെ ഇടത് പാർട്ടികൾക്കും CPM-നായിക്കോട്ടെ CPI ആയിക്കോട്ടെ അവരുടെ സീറ്റുകളിലടക്കം ഇവർ മാറിക്കൊടുത്ത് ഇവർക്ക് മത്സരിക്കാൻ അവസരമുണ്ടാക്കി അവരെ വിജയിപ്പിച്ച് ഇവരുടെ വോട്ട് കൊണ്ട് DMKയുടെ വോട്ട് കൊണ്ട് അവരെ നിയമസഭയിലടക്കം എത്തിച്ചിട്ടുണ്ട് ഈ സ്റ്റാലിൻ. അത്തരമൊരു തുറന്ന മനസ്സുള്ളയാളാണ് സ്റ്റാലിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ രാഹുൽ ഗാന്ധിയുടെ കാര്യം, രാഹുൽ ഗാന്ധി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു പരാജയത്തിന് ശേഷം പോലും അദ്ദേഹം ഈ ഒളിച്ചോടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന്. ആ സാഹചര്യത്തിൽ പോലും രാഹുൽ ഗാന്ധിക്ക് പരസ്യമായി പിന്തുണ നൽകി ഞങ്ങൾ ഒപ്പമുണ്ടാകും എന്ന് പറഞ്ഞ ഏക ഒരു സൗത്ത് നമ്മൾ പറയുക ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഒരു മുതിർന്ന നേതാവെന്ന് പറയാൻ ഉണ്ടായിരുന്ന സ്റ്റാലിൻ മാത്രമാണ്. ആ കാലത്ത് നമ്മുടെ പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് പോലും അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സമീപനമോ പ്രസ്താവന ഉണ്ടായിട്ടില്ല. പക്ഷെ അന്ന് സ്റ്റാലിൻ അക്കാര്യം തുറന്നു പറഞ്ഞാണ് രാഹുൽ ഗാന്ധിക്ക് തുടർന്ന് പിന്തുണ നൽകുമെന്ന്. അത്രയും ഉറച്ച പിന്തുണ നൽകിയ വ്യക്തിയാണ് സ്റ്റാലിൻ. ആ സ്റ്റാലിനെയാണ് ഇപ്പം ഇവർ കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തുന്നത്. പക്ഷെ അപ്പോൾ അവർക്ക് പറയാനൊരു ന്യായീകരണമുണ്ട് കോൺഗ്രസ്സിന്. ഞങ്ങൾ പിന്തുണ കൊടുത്തില്ലെങ്കിൽ അവർ അണ്ണാ DMKയിലേക്ക് മാറും, അണ്ണാ DMKയുടെ സപ്പോർട്ട് തേടും. അണ്ണാ DMKയുടെ സപ്പോർട്ട് തേടുക എന്ന് പറഞ്ഞാൽ BJPയുടെ സപ്പോർട്ട് തേടുക എന്നാണ്. പക്ഷെ ആ ഒരു സാഹചര്യം ഇല്ലാതാക്കാനാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഒരു സ്വീകാര്യപരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത് ഒത്തിരി ആശ്ചര്യങ്ങളുണ്ട്. കാരണം വെച്ചാൽ DMKനെ തള്ളി പറയുന്നത് എത്രത്തോളം യോജിക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഇന്ത്യ മുന്നണിയിൽ സഖ്യത്തിൽ ഉള്ളൊരു പാർട്ടിയാണ് DMKയും അതുപോലെ തന്നെ ഇടതു പാർട്ടികളാണെങ്കിലും. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ TVK ഒരു സുപ്രഭാതത്തിലൊരു പാർട്ടി വരുമ്പോൾ ആ പാർട്ടി മുൻപ് നമ്മൾ കൂടെ നിന്നൊരു ചതിച്ച് അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തി പുതിയ ആൾക്കൊപ്പം പോകണമെന്നൊരു ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുമ്പോൾ കോൺഗ്രസിന് വ്യക്തമായ മറുപടി ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ആ കാര്യത്തിൽ ഇടതു പാർട്ടികൾ CPM ആയിക്കോട്ടെ നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് TVKക്ക് പിന്തുണ നൽകില്ല എന്നുള്ള നിലപാട്. പക്ഷേ പരസ്യമായിട്ട് കോൺഗ്രസ് പിന്തുണ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ മുസ്ലിം ലീഗിൻ്റെ കാര്യം പറയുമ്പോൾ അതുപോലെ തന്നെ മുസ്ലിം ലീഗും ഇതുപോലെ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റാലിന് ഒപ്പം തന്നെയായിരിക്കും. ഇന്നലെയും സ്റ്റാലിനൊപ്പമാണ്, ഇന്നും ഒപ്പമാണ്, നാളെയും ഒപ്പമാണ്. മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് ഖാദർ മൊയ്തീനാണ് DMKയ്ക്കൊപ്പം തന്നെ സ്റ്റാലിനൊപ്പം തന്നെ നിൽക്കുമെന്നുള്ളൊരു തുറന്ന നിലപാട് സ്വീകരിച്ച ആൾ. കാരണം അദ്ദേഹത്തിന് അത് വ്യക്തമായിട്ട് അറിയാം. വരുന്ന കാലത്തുണ്ടാകുന്ന ഒരു ഭവിഷ്യത്ത് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഈ വിഷയത്തിൽ തന്നെ ഇവർ കേരളത്തിലെ മുസ്ലിം ലീഗ് നേതൃത്വമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവർ ഈ കേരളത്തിലെ ലീഗിൻ്റെ നേതൃത്വം പറയുന്നുണ്ട് നിങ്ങൾ സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കാനാണ് പറയുന്നത്. അപ്പോഴും ഇവർ സ്വതന്ത്രമായിട്ട് തീരുമാനം എടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DMKയ്ക്കൊപ്പം സ്റ്റാലിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. കാരണം സ്റ്റാലിനൊപ്പം നിൽക്കേണ്ട സമയമാണ്. കാരണം ഒരാശയവും ഇല്ലാതെ ഒരു സിനിമാ നടൻ രാഷ്ട്രീയ പാർട്ടിയായിട്ട് വരുമ്പോൾ സംസ്ഥാനത്ത് എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അത് മുൻകൂട്ടി കണ്ടുള്ള തീരുമാനമാണ്. നമ്മൾക്കിപ്പോൾ ഇതുവരെ വിജയുടെ ഐഡിയോളജി എന്താണെന്ന്, രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. അദ്ദേഹം ആരെ പിന്തുണയ്ക്കും, എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തൊന്നും വ്യക്തമല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ DMKനെ എല്ലാവരും കൈവിട്ട് അല്ലെങ്കിൽ DMKനെ തള്ളിപ്പറഞ്ഞിട്ട് TVKയുടെ പുറകെ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു ഭവിഷ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അധികമായിരിക്കും. പ്രത്യേകിച്ച് തമിഴ്നാട് എന്നുള്ളത് BJP ദേശീയ നേതൃത്വത്തിൻ്റെ സ്വപ്ന നഗരമാണ്. അവർക്ക് എങ്ങനെയും തമിഴ്നാട് സ്വന്തമാക്കണം, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ അധികാരം പിടിക്കണം, തമിഴ്നാട്ടിൽ നിന്ന് MP-മാർ വേണം എന്നുള്ളത് വളരെ നാളുകളായിട്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോഴും അവർക്ക് കടന്നു കയറി ചെല്ലാൻ പറ്റാത്തൊരു സ്ഥലം തമിഴ്നാട് തന്നെയാണ്. നമ്മളിപ്പോഴും കേരളമാണ് അവർക്ക് അല്ല RSSന് അല്ലെങ്കിൽ BJPക്ക് കടന്നു കയറാൻ പറ്റാത്തൊരു സംസ്ഥാനമായിട്ട് പൊതുവെ പറയപ്പെടുന്നു. പക്ഷേ അതല്ല, തമിഴ്നാട് തന്നെയാണ്. തമിഴ്നാട് ഇത്ര നാളും അവർ
കരുത്താർജിച്ച് വെച്ചിരുന്ന ഒരു രീതിയുണ്ട്, അവരുടെ ഒരു പാരമ്പര്യമുണ്ട്, തമിഴർ എന്നുള്ളൊരു പാരമ്പര്യം. ആ പാരമ്പര്യത്തിലൊരു അടിയുറച്ച് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്, പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന ഒരു വിഷയമായിക്കോട്ടെ, സനാതന ധർമ്മമായിക്കോട്ടെ, അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ സ്റ്റാലിൻ്റെ പാർട്ടിക്കും സാധിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഇങ്ങനെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും DMK ഉള്ളപ്പോൾ BJP പ്രതിരോധിക്കാൻ പറ്റുമ്പോൾ ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ TVK അല്ലെങ്കിൽ വിജയ് എങ്ങനെ ഇവരെ പ്രതിരോധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. TVK സംബന്ധിച്ച് ഇനി നേരിടാനുള്ള 2 പ്രധാന വെല്ലുവിളികൾ എന്ന് പറയുന്നത്, ഒന്ന് ഭരണം നടത്തുക എന്നുള്ള ഒന്ന്, 2 പാർട്ടിയെ ഘടന ശക്തിപ്പെടുത്തുക എന്നുള്ളത്. ഈ ലഭിച്ച വോട്ടുകൾ പാർട്ടി എന്ന തരത്തിലല്ല എന്നുള്ളതാണ് നമുക്ക് ഊഹിക്കേണ്ടത്. പാർട്ടിയുടെ ഒരു ഘടന ശക്തിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ പറഞ്ഞാണ്, ഈ ഒറ്റയാൾ പട്ടാളം അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലം അതങ്ങനെ ഓടും. അതിനകത്ത് വലിയ സംഘർഷങ്ങൾ, അന്തഛിദ്രങ്ങൾ ഉണ്ടായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഒരു മെജോറിറ്റി ഇല്ലാത്തൊരു സർക്കാരിനെ നയിക്കുമ്പോൾ അത് കൂടി വരാനുള്ള സാധ്യത ഉണ്ട്. ഒരു പാർട്ടിയുടെ അകത്ത് ഒരൊറ്റ നേതാവ് പോലെ ഒരുപാട് നേതാക്കൾ അവർ ബിൽഡ് ചെയ്യുന്ന ജനകീയ ബന്ധങ്ങൾ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ, ഇതിനൊക്കെ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകാൻ വിജയുടെ ഈ സിനിമകളിൽ കാണുന്ന പോലത്തെ ആ ഒരു സമീപനം ആണ് അദ്ദേഹത്തിന് ഇതിലും രാഷ്ട്രീയത്തിലും മുമ്പോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ ഒരു പക്ഷേ 5 വർഷത്തിനുള്ളിൽ അതിൻ്റെ തകർച്ച നമുക്ക് കാണേണ്ടി വരും. ഈ വെല്ലുവിളികളുടെ ഇടയിൽ വേണം അവരുടെ പ്രത്യയശാസ്ത്ര രൂപീകരണവും, ഏത് തരത്തിൽ വേണം BJPയോടുള്ള സമീപനം എന്നുള്ളതിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർണയിച്ചെടുക്കാൻ. വികസന പദ്ധതികൾ കൊണ്ടുവരണം, അതിന് ഇവർ എത്രത്തോളം BJPക്ക് എതിരായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ DMKയുടെ കാര്യം എടുത്താൽ ഒരുപാട് കാലത്തെ അവരുടെ ഒരു പാരമ്പര്യമുണ്ട്. അതിനകത്ത് തന്നെ സ്റ്റാലിനേക്കാൾ ശക്തരായിട്ടുള്ള നേതാക്കളെ നമുക്ക് പലതരത്തിൽ കാണാം. ശക്തി എന്ന് പറയുന്നത് ഒരു ലീഡർ എന്ന തരത്തിലല്ല, ഈ ദ്രവിഡിയൻ പൊളിറ്റിക്സിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന സ്റ്റാലിനൊപ്പം നിൽക്കുന്ന നേതാക്കൾ അതിനകത്തുണ്ട്. അതുപോലത്തെ ലീഡർഷിപ്പൊന്നും ഇതിനകത്ത് നമ്മളിതുവരെ കണ്ടില്ല. യാദവിനെ പോലുള്ള ആളുകളുണ്ടെങ്കിലും അവരൊന്നും വളരെ ശക്തരായിട്ടുള്ള നേതാക്കളായിട്ടൊന്നും നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയില്ല. അപ്പോൾ ഇതൊരു വലിയ വെല്ലുവിളിയായിരിക്കും വിജയെ സംബന്ധിച്ച്, ഏത് തരത്തിലാണ് പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. പിന്നെ വിജയ്ക്ക് കിട്ടിയിട്ടുള്ള വോട്ടുകളുടെ സ്വഭാവത്തിൽ എനിക്ക് തോന്നുന്നത് DMK അവിടെ നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള ഈ കറപ്ഷൻ ഇല്ലാതെ ദ്രവിഡിയൻ പാർട്ടികളുടെ മുന്നോട്ട് പോകാൻ അവരുടെ ഒരു ബേസിക്, അവരിനി മറീന ബീച്ച് കൂടെ വിൽക്കാനുള്ളൂ എന്നുള്ള തരത്തിലുള്ള അങ്ങനെ ആ തരത്തിലുള്ള അത്ര ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. അതെ, അതെല്ലാ കാലത്തുള്ളതാണ്. ADMKയുടെ കാര്യത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ പുതിയ കുട്ടികളുടെ ഇടയിലേക്ക് ഈ കറപ്ഷനെതിരായിട്ടുള്ള വലിയ വൈകാരികത കടത്തിവിടാൻ വിജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വോട്ടിന് പണം കൊടുക്കുന്ന പരിപാടികളൊക്കെ ഇത് വിജയ് നടത്തിയതായിട്ട് നമുക്ക് തെളിവുകളൊന്നുമില്ല. പക്ഷേ DMKയുടെ കാര്യത്തിൽ അതൊന്നും ഇല്ലാത്ത ഒരു ഇലക്ഷനേ ഇല്ല. അപ്പോൾ രാഷ്ട്രീയത്തിൽ വരുന്ന ചെറിയൊരു ഒരു പ്രത്യേക തരത്തിലുള്ള ശുദ്ധീകരണം കൂടെ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെ ഉള്ളൊരു രാഷ്ട്രീയത്തെ കൂടി നിർമ്മിച്ചെടുക്കേണ്ട ഒരാവശ്യകത കൂടി DMKക്ക് ഭാവിയിൽ കാണേണ്ടതുണ്ട്. അവർ തീർച്ചയായും സർവൈവ് ചെയ്യാൻ ശേഷിയുള്ളൊരു കക്ഷിയാണ്. ADMK പോലെ ഘടനയിലോ അല്ലെങ്കിൽ അവരുടെ കാൽച്ചൂട്ടിലോ മണ്ണ് ഒലിച്ചു പോകുന്ന തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. വളരെ ശക്തമായിട്ട് അവർ തിരിച്ചു വരുന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വിജയ് ഏറെക്കുറെ മന്ത്രിസഭ രൂപീകരിക്കുന്നു, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്ന് ഏറെക്കുറെ നമുക്കൊരു പറയാൻ പറ്റും. പക്ഷേ എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാടെന്നും രാഷ്ട്രീയം എന്താണെന്നും ഒക്കെ വ്യക്തമാകാനിരിക്കേണ്ടതേ ഉള്ളൂ. അതെന്താണെന്ന് നമുക്ക് നോക്കിക്കാണാം. അതിനൊപ്പം DMK എങ്ങനെ TVK പ്രതിരോധിക്കുമെന്നും നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. തീർച്ചയായും.